ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ തന്നെ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് പോവാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രവീന്ദ്രനും മധുസൂദനും സംസാരിക്കുന്ന സീനാണ്. അങ്ങനെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ രവീന്ദ്രനോട് മധുസൂദൻ ഓരോന്ന് പറയുന്നുണ്ട്. നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ അതിന് തിരിച്ച് വലിയ രീതിയിൽ മറുപടി ഒന്നും പറയുന്നില്ല. കാരണം അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ്. ഇത് നമ്മുടെ മുത്തശ്ശി കേട്ടു. മുത്തശ്ശി കേട്ടിട്ട് മുത്തശ്ശിക്ക് സഹിക്കുവോ? മുത്തശ്ശി മീൻസ് അച്ചമ്മ കേട്ടു. അച്ചമ്മയ്ക്ക് സഹിക്കുവോ? അച്ചമ്മ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ മധുസൂദൻ അതുപോലെ രവീന്ദ്രനെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു? നമ്മുടെ അച്ചമ്മ വന്നു. അച്ചമ്മ വന്നിട്ട് പറഞ്ഞു, രവീന്ദ്ര, നീ ശ്രീകാന്തിന്റെ അടുത്തേക്ക് പോട്ടോ, അവിടെ കുറെ പേരൊക്കെ വരുന്നുണ്ടല്ലോ, അവരെല്ലാം ക്ഷണിക്കാൻ വേണ്ടി നീ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് രവീന്ദ്രനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാണ്. എന്നിട്ട് മധുസൂദനോട് അച്ഛൻ പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന്. അപ്പൊ മധുസൂദന് ഒന്നും ചോദിച്ചൊന്നുമില്ല. പക്ഷെ നമ്മുടെ മധുസൂദന്റെ ഭാര്യ പറഞ്ഞു, അതെ, എന്തിനാ ഇദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? അതെ, ഇദ്ദേഹത്തിനോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് ഒന്ന് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും മധുസൂദന്റെ ഭാര്യ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാന്. അത് പ്രകാരം എന്ത് ചെയ്യുന്നു? അച്ചമ്മയുടെ പുറകെ നമ്മുടെ മധുസൂദനം പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറയാണ്, അതെ, ഞാനൊരു കാര്യം പറയാം. താൻ തന്നെയല്ലേ പറഞ്ഞത് ഇത് തന്നെ മോളുടെയും കൂടെ ഫംഗ്ഷൻ ആണെന്ന്? അപ്പൊ പിന്നെ മോൾക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ, വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ വഷളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനിക്കും കൂടെ അല്ലേ പ്രശ്നം? അതിന്റെ നാണക്കേട് തനിക്കും കൂടെ അല്ലേ എന്ന് ചോദിച്ചപ്പം, അതെ, അതിന്റെ നാണക്കേട് എനിക്കാണ്. പിന്നെ രവീന്ദ്രൻ അവിടെ മിണ്ടാതെ നിന്നു. താൻ പറയുന്ന എല്ലാം കേട്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ രവീന്ദ്രൻ അവിടെ നിന്നത് രവീന്ദ്രന്റെ കഴിവുകേടായിട്ടല്ല, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് തന്നെ അവരങ്ങനെ നിന്നത്. അല്ലാതെ അവന് പറയാനേ ആൻസറോ മറുപടിയോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ ഞാൻ മര്യാദയുടെ ഭാഷയെ പറയാ. ഇപ്പൊ ഉള്ള കുട്ടികളൊക്കെ പറയില്ലോ, അവരുടെ ഭാഷ ഞാൻ കണ്ടെടുക്കാം. ചുമ്മാ ചൊറിയാൻ നിൽക്കരുതേ. ചൊറിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ കയറി അങ്ങ് മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു അവസ്ഥയല്ലായിരിക്കും മധുസൂദന ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻ കൂടാൻ വന്നതാണെങ്കിൽ മര്യാദയ്ക്ക് വന്ന് ഫംഗ്ഷൻ കൂടുക, മകളുടെ സന്തോഷം കാണുക, എന്നിട്ട് ഫംഗ്ഷൻ അവസാനിപ്പിക്കുമ്പോൾ പോവുക. അതല്ലേ ചെയ്യേണ്ടത് ഒരച്ഛനും അമ്മയും? അല്ല, അങ്ങനെയല്ലേ വേണ്ടത് മധുസൂദനൻ തന്നെ ഒന്ന് ചിന്തിക്കുക. അപ്പൊ നമ്മുടെ മധുസൂദനൻ പറഞ്ഞു, ഓ, ഇത് ഉപദേശമാണോ അതോ ഭീഷണിയാണോ? രണ്ടായാലും എന്നോട് വേണ്ടാട്ടോ, അത് നിങ്ങളുടെ വീട്ടിൽ മതി. ആയിക്കോട്ടെ. അതെ, നിങ്ങളുടെ ഉള്ളം കയ്യിലാ, നിങ്ങളുടെ കുടുംബത്തെ എനിക്കറിയാം. നിങ്ങളെ എങ്ങോട്ട് എല്ലാവർക്കും പേടിയും ബഹുമാനവും ഒക്കെയാണ്. നിങ്ങൾ നടക്കാൻ പറഞ്ഞാൽ അവര് നടക്കും, ഇരിക്കാൻ പറഞ്ഞാൽ അവർ ഇരിക്കും. അവരെ പോലെയാണ് ഞാനെന്ന് കരുതരുത് കേട്ടോ. നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. പ്രായം കുറെ ആയില്ലേ. ഇനിയിപ്പൊ ഇങ്ങനെ കുറെ നേരം നിന്ന് കാല് കഴിക്കും, ഏതെങ്കിലും മൂലക്ക് ചെന്ന് ഇരിക്കുക. കേക്ക് കട്ട് ചെയ്യുമ്പോൾ കൊണ്ട് തരാം. അത് കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ നിങ്ങൾ നോക്ക്. പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് മധുസൂദൻ അങ്ങ് പോയിട്ടോ. അച്ചമ്മ ഇതെല്ലാം ഒരു ചെറിയ ചിരിയോടുകൂടി തന്നെയാണ് കണ്ടത്. എന്നിട്ട് മധുസൂദനം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രൂക്ഷമായിട്ട് നമ്മുടെ മധുസൂദനെ അച്ചമ്മ ഒന്ന് നോക്കുന്നുണ്ട്. അച്ചമ്മയുടെ കയ്യിലാണോ പണിയില്ലാത്തത്? അച്ചമ്മ കൈയൊക്കെ ഇങ്ങനെ രണ്ടെണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ പിരിച്ചൊക്കെ നിപ്പുണ്ട്. അച്ചമ്മ എന്തൊക്കെയോ കാണുന്നുണ്ട്. മധുസൂദൻ എന്റെ കട്ടപ്പോകാന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ഉണ്ടല്ലോ, വർഷയുടെ സ്റ്റുഡിയോയിൽ ചെല്ലാണ്. അപ്പൊ വർഷയുടെ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മാസ്റ്റർ ചോദിക്കല്ല, നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, വർഷ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ, വർഷ ഇവിടെ ഇല്ലേ? വർഷേനെ തപ്പിയാ ഞങ്ങൾ വന്നത്. അവൾ ഇങ്ങോട്ടേക്ക് വരുന്നു പറഞ്ഞായിരുന്നോ? അതെ, ഞങ്ങള് അവൾ ഉണ്ടാകുന്ന വിചാരിച്ചു വന്നത്. അവളെ ഫോണിൽ കിട്ടുന്നില്ല, അവളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു, അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് പിന്നെ അവള് വേറെ എവിടെയും ഡബിങ്ങിന് പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. പിന്നെ RLM സ്കൂളിന്റെ അടുത്തൊരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ചിലപ്പോൾ പോകും. അവിടെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറയാണ്. ഏതായാലും സച്ചി രേവതിയും അവിടെ നിന്ന് ഈ ഡബിംഗ് മാസ്റ്റർ പറയുന്നത് കേട്ടിട്ട് അവിടെ അടുത്തുള്ള വേറൊരു ഡബിംഗ് സ്റ്റുഡിയോയിലും കൂടി അന്വേഷിക്കാൻ പോവാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രീകാന്ത് വീണ്ടും സച്ചിനെ വിളിക്കാണ് കേട്ടോ, വർഷ വന്നോന്ന് അറിയാന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഫോണ് റിങ് ചെയ്യുന്നത് കണ്ടിട്ട് സച്ചി എടുത്തിട്ട്, എന്താ ശ്രീകാന്തേ? അത് പിന്നെ വർഷേനെ കണ്ടോന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. വർഷ കൂടെ ഉണ്ടോ? ഇല്ലടാ, ഞങ്ങള് അവളെ അന്വേഷിച്ച് ജോലി ചെയ്യുന്ന സ്റ്റുഡിയോയിലൊക്കെ പോയിരുന്നു. അവളിന്ന് അവിടെ പോയിട്ടില്ലെന്നാ പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും സച്ചിയേട്ടാ? വേറൊരു സ്റ്റുഡിയോയിൽ അവൾ ഡബ് ചെയ്യാൻ പോകാറുണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങളിപ്പോ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങളിപ്പോ ആ സ്റ്റുഡിയോയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഓ, എന്താ സജ്ജേട്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എല്ലാരും അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അല്ലേ, അപ്പം രണ്ടുപേരും ഒരുമിച്ചല്ലേ വേണ്ടത്? ഓ, വല്ലാത്ത കഷ്ടമായത്. അവളില്ലാതെ ഞാൻ ഇവിടെ എത്ര നേരം ഒറ്റയ്ക്ക് ഇരിക്കും? നീ ടെൻഷൻ ആകാതിരിക്കെ, ഞാൻ അവളെയും കൊണ്ടേ വരത്തുള്ളൂ. അവളെയും കൊണ്ട് വന്നിരിക്കും. അല്ല, ആ സ്റ്റുഡിയോയിൽ അവളില്ലെങ്കിൽ എവിടെ ചെന്ന് ഏട്ടനെ അന്വേഷിക്കുക? അവൾ എവിടെയാണെന്നൊരു സൂചന പോലും ഇല്ലല്ലോ.
എവിടെയാണെങ്കിലും അവളെ കണ്ടെത്തി കൂട്ടിക്കൊണ്ട് വരും, ഫംഗ്ഷൻ നടക്കും. അതുപോലെ നിനക്ക് നീ ധൈര്യമായിട്ട് ഇരിക്കാനല്ലേ പറഞ്ഞത്? അവളെ കണ്ടെത്തിയ ഉടനെ ഞാൻ നിന്നെ വിളിക്കാം. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കുമൊന്നും വേണ്ട, ടെൻഷൻ ആകുമൊന്നും ചെയ്യണ്ട. ഞങ്ങൾ വരുമ്പം ഞങ്ങളുടെ കൂടെ വർഷം ഉണ്ടാകും, അത് മാത്രം നീ അറിഞ്ഞാൽ മതി, പോരേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശരി എങ്കിൽ ഏട്ടാ വെച്ചേരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ വേറെ ആരെയോ വിളിച്ച് ഫോണിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരനുണ്ടല്ലോ, മറ്റേ പാർക്കുമേറ്റ് വരികയാണ്. വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ നേരത്തെ എത്തിയോ? പിന്നെ എന്റെ അനിയന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ നേരത്തെ എത്തണ്ടേ? ഒരു ഏട്ടൻ എന്ന നിലയിൽ എനിക്ക് കുറച്ച് അവകാശങ്ങളൊക്കെ ഇല്ലേ? അല്ല, അന്ന് വേറൊരു വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടായ പോലെ മദ്യസൽക്കാരം ഉണ്ടാവുമോ? അന്ന് നമ്മൾ നന്നായിട്ട് മദ്യപിച്ചില്ലായിരുന്നോ? ഓഹ് എന്റെ പൊന്നടാ, അതൊന്നും ഓർമ്മിപ്പിക്കരുതേ. അന്ന് എന്നെ ശ്രുതി എന്നാ ചെയ്തതെന്ന് അറിയാമോ? അവളെന്നെ വീട്ടിൽ കയറ്റി പോലും ഇല്ല. അതുകൊണ്ട് മദ്യപാനൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാ. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനും വല്ലാത്ത ടെൻഷനിലാണ് കേട്ടോ. ഇതെന്ത് പറ്റി? ഇതെന്താ അവള് വരാത്തത്? അവരെ കാണുന്നില്ലല്ലോ, അതുപോലെ രേവതിനെയും സച്ചിനെയും കാണുന്നില്ലല്ലോ എന്ന് ടെൻഷൻ. ഈ സമയത്ത് അച്ഛമ്മ വന്നിട്ട്, അതെ നീ ഒരു കാര്യം ചെയ്യേ, അവനെ വിളിക്ക്, സച്ചിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അമ്മേ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ വരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഈ സമയത്ത് ശ്രീകാന്ത് വല്ലാത്ത ടെൻഷനിൽ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും വന്നിട്ട്, എന്താ ശ്രീകാന്ത് ഇതുവരെ അവള് വരാത്തത്? അവള് വരുമോ ഇപ്പോഴും കാണാം? അത് പിന്നെ അവള് ഉടനെ വരുമായിരിക്കും. നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്, അത് കഴിയുമ്പോഴത്തേക്ക് വർഷ ഇങ്ങ് എത്തിക്കോളും, നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് മാറിപ്പോവാണ്. അപ്പം മധുസൂദനും അതുപോലെ നമ്മുടെ വർഷയുടെ അമ്മയ്ക്കൊക്കെ ഒരു സംശയം, എന്താണ് നമ്മുടെ വർഷേനെ കാണുന്നില്ലല്ലോ, വല്ലാത്തൊരു ടെൻഷൻ. ഈ സമയത്താണ് നമ്മുടെ സച്ചി അല്ലല്ലോ സോറി, രവീന്ദ്രനും അച്ഛമ്മയും കൂടെ ഈ മധുസൂദനോട് പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ശ്രീകാന്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോഴത്തേക്കും അച്ഛമ്മ ചോദിച്ചു, ഓഹോ അപ്പൊ നീ സർപ്രൈസ് ആക്കി വെച്ചേക്കായിരുന്നല്ലേ? ഡാൻസും പാട്ടൊക്കെ ഉള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അതിന്റെ ഒരു ചെറിയ സർപ്രൈസ് ആക്കി വെച്ചത് അച്ഛമ്മേന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഈ സമയത്ത് മധുസൂദനം എന്ന് പറഞ്ഞു, സർപ്രൈസ് ആ മൊത്തം സർപ്രൈസ്, എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയത് വരെ ഒരു സർപ്രൈസ് ആണല്ലോ എന്ന്. അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെ തട്ടിക്കൊണ്ട് പോയതൊന്നും അല്ലല്ലോ, എന്റെ മോനെ അന്തസ്സായിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതല്ലേ, അവളുടെ ഇഷ്ടത്തോടു കൂടി തന്നെ. ഓ അതിന് അവൾ അനുഭവിക്കുന്നുണ്ടല്ലോ, ചേരേണ്ടടുത്ത് ചേരാത്തത് കൊണ്ട് അവൾ അനുഭവിക്കുന്നത്. അതിനെന്താ അവൾ അനുഭവിക്കുന്നത്? അവൾ നന്നായിട്ടിരിക്കണുണ്ടല്ലോ എന്ന് രവീന്ദ്രൻ. അപ്പൊ മധുസൂദൻ പറഞ്ഞു, ഓ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നന്നായിട്ടിരിക്കുന്നു. എവിടെ നന്നായിട്ടിരിക്കുന്നു? ഓ അവക്ക് ചൊവ്വേ നേരെ ഒന്ന് സമാധാനത്തോടു കൂടി കസേര ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ അവള് നന്നായിട്ടിരിക്കുന്നത്. അപ്പൊ മധുസൂദനെ എന്ത് ചെയ്തു, നമ്മുടെ മധുസൂദന്റെ വൈഫ് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുക. അച്ചമ്മക്ക് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കാലിയായി. ഇവനൊരു മർമ്മ ചികിത്സ ആവശ്യമുണ്ട്, അത് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് കൈ രണ്ടും കൂടെ പെനച്ച് വീണ്ടും നമ്മുടെ അച്ചമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും അച്ചമ്മയുടെ മർമ്മ ചികിത്സ എന്ന് പറഞ്ഞ ഒന്നൊന്നര മർമ്മ ചികിത്സയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് ചന്ദ്രയോട് പോയി ആവശ്യപ്പെടുകയാണ്, അതെ അമ്മേ ഒരു ഡാൻസ് കളിക്കുമെന്ന്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഡാൻസ് കളിക്കാനോ? ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയത്തില്ലായിരുന്നോ? പ്ലീസ് അമ്മ ഡാൻസ് കളിക്കമ്മേ. അങ്ങനെയാണെങ്കിലേ ഞാൻ വർഷ വന്നതിന് ശേഷം കഴിക്കാം. ഓ അവള് വരാത്തോണ്ടാ കളിക്കാൻ പറഞ്ഞത് തന്നെ ഇങ്ങനെ മനസ്സിൽ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ചന്ദ്ര ചോദിച്ചാൽ, എന്താ നീ പറഞ്ഞത്? ഒന്നുമില്ലെന്നേ, അവള് പറയാൻ സമയമായി, ഇനി സമയമില്ലെന്നേ, ഒരു കാര്യം ചെയ്യാം, അമ്മ ഒന്ന് കളിക്ക്, അമ്മയുടെ ഡാൻസ് കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നേ, അമ്മ സോങ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യുക, ഞാൻ പോയി അനൗൺസ്മെന്റ് നടത്താന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് വല്ലാത്ത ടെൻഷൻ. അപ്പൊ ഭാമ പറഞ്ഞു, നീ അങ്ങോട്ട് ചെല്ല് ചന്ദ്ര, നിനക്ക് കിട്ടിയ ഒരു അവസരമല്ലേ, നീ അത് പാഴാക്കാതെ നീ ഡാൻസ് കളിക്കടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ ഭാമ നിർബന്ധിച്ചിട്ട് വിടുകയാണ് ഡാൻസ് കളിക്കാനായിട്ട്. എങ്ങനെയെങ്കിലും സമയം ഒന്ന് പോണല്ലോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ ഡാൻസ് കാണാനായിട്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് തന്നെ അനൗൺസ്മെന്റ് നടത്തുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ചന്ദ്ര ഡാൻസ് കളിക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ ഫംഗ്ഷൻ ആരംഭിക്കുമ്പം ആദ്യമായിട്ട് ഒരു ഡാൻസ് ആണ് നമുക്ക് കാണാം. അതും എൻ്റെ അമ്മയുടെ ഡാൻസ് തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കുമല്ലോ. എൻ്റെ അമ്മയുടെ ഡാൻസ് തന്നെയാണ് ഫസ്റ്റ് ഉള്ളതെന്ന് പറയാം. അങ്ങനെ നമ്മുടെ ചന്ദ്ര സ്റ്റേജിലൊക്കെ കയറി വന്ന് നിൽക്കുന്നു, എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ തൊഴുന്നു. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ ചന്ദ്ര ഡാൻസ് കളിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ അച്ഛമ്മ പറഞ്ഞു രവീന്ദ്രനോട്, ചന്ദ്ര ഇന്ന് പൊളിക്കൂല്ലോ. പൊളിക്കും മിക്കവാറും സ്റ്റേജ് പൊളിക്കുന്നു നമ്മുടെ രവീന്ദ്രൻ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്റെ ഭാര്യയുടെയും ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഇന്നത്തെ എന്റെ അമ്മയുടെ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് കൈ അടിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും കൈയൊക്കെ അടിക്കുകയാണ്.
ഡാൻസ് തുടങ്ങിയത് മധുസൂദന് അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. മധുസൂദന് നാണമില്ലാത്ത വർഗ്ഗങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ രവീന്ദ്രനെ കേൾപ്പിച്ചുകൊണ്ട് തന്നെയാണ് മധുസൂദനൻ പറയുന്നത്. രവീന്ദ്രൻ അപ്പൊ ഇത് കേട്ടിട്ട് പറഞ്ഞു, അവള് നല്ലൊരു ഡാൻസുകാരിയാണ്, അവള് നല്ലൊരു ഡാൻസ് ക്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എന്ത് ഡാൻസുകാരിയാണെങ്കിലും ഇത്രയും പ്രായമായതല്ലേ, ലേശം ഉളുപ്പ് വേണ്ട എന്നൊക്കെ. അപ്പൊ അച്ചമ്മ ഇതുകൂടെ കേൾക്കണുണ്ട്. അപ്പൊ അച്ചമ്മക്ക് മധുസൂദന്റെ സ്വഭാവവും ചൊറിഞ്ഞേറ്റവും കണ്ടിട്ട് സഹിക്കണില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ മധുസൂദനന്റെ രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിൽ അച്ചമ്മക്ക് ഇനി ഉറക്കം വരില്ല കേട്ടോ. ഏതായാലും അങ്ങനെ ഡാൻസും കുറെ നേരമൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും ഒരു സംശയം, ഇതുവരെ വർഷേനെ കാണുന്നില്ലല്ലോ. അങ്ങനെ ശ്രീകാന്തിനോട് ഇന്ന് ചോദിക്കുകയാണ്, ശ്രുതിയും കൂടെ എന്തിയ വർഷേനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അവള് ഉടനെ തന്നെ വരും. ഓ, ഇന്ന് ഡാൻസ് കണ്ട് ഞങ്ങൾക്ക് പോണ്ട വരും, അവൾ ഇതുവരെ വന്നില്ലല്ലോ, അവള് വരില്ലെന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല. അല്ല, അവൾ ഇപ്പൊ ഇങ്ങ് എത്തുന്നേ. നീ കുറെ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുവല്ലേ ഇപ്പൊ ഇങ്ങെത്തുന്നു, പക്ഷെ ഇതുവരെ എത്തിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതാണ്. ഇതുവരെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ച നടക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര സ്റ്റേജിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ലാസ്റ്റ് പാട്ട് തീർന്നപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോഴത്തേക്കും ശ്രീകാന്ത്, അമ്മ എന്താ ഈ കാണിച്ചതെന്ന് പറഞ്ഞ് നേരെ ചന്ദ്രന്റെ അടുത്ത് നിന്നിട്ട്, എന്തിനാ അമ്മ ഡാൻസ് നിർത്തിയത്? സൂപ്പർ ഡാൻസ് അല്ലായിരുന്നോ? അടിപൊളി അല്ലായിരുന്നോ? അത് പിന്നെ എനിക്ക് വയ്യ, ഡാൻസ് തീർന്നു, ഞാനും തീർന്നു, എന്റെ പൊന്നു മോനെ, എന്റെ കാലൊക്കെ വേദന എടുക്കുക, വെള്ളം വേണം. ഇങ്ങനെ ഇത്രയും നേരം ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഒത്തിരി നാളായില്ലേ, എനിക്ക് വയ്യ മോനെ എന്ന് പറഞ്ഞപ്പോ ശ്രീകാന്ത് ആകെ പെട്ടുപോയിട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനി അടുത്ത പ്രോഗ്രാം ആരുടെയെങ്കിലും അവതരിപ്പിക്കണമല്ലോ, ആ ഒരു സമയം കൂടെ പോണമല്ലോ. അങ്ങനെ ആകെപ്പാട് നമ്മുടെ ശ്രീകാന്ത് ഇനിയിപ്പോ എന്ത് ചെയ്യുന്നോർത്തിരിക്കുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു ഡാൻസും കൂടെ കളിക്കാനാണെങ്കിൽ പറ്റത്തുമില്ല. അങ്ങനെ ശ്രീകാന്ത് ആവശ്യപ്പെടും, ഒരു ഡാൻസും കൂടെ കളിക്കാമേ, പ്ലീസ് അമ്മേ എന്ന്. ഇല്ലില്ല, ഞാൻ കളിക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, വർഷം ഇതുവരെ വന്നില്ല, ആ ഫോൺ ഇങ്ങ് വിളിക്കുക, ഫോൺ എടുത്ത ഞാൻ വിളിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അതൊന്നും വേണ്ട, അവള് വരുന്നുണ്ട്, അമ്മയുടെ ഒരു ഡാൻസും കൂടെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ട് അമ്മേ, അപ്പോഴത്തേക്കും അവളിങ്ങ് എത്തും അമ്മേ. ഇല്ല മോനെ ഇല്ല, ചാവേണ്ടി വന്നാലും കുഴപ്പമില്ല, എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ, ഞാൻ മടുത്തു പോയെന്നേ. ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മയുടെ ഡാൻസ് കാണാനല്ലേ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്, എന്നിട്ട് എന്താ അമ്മ കളിക്കാത്തതെന്നൊക്കെ. ഈ ഒരു സമയത്ത് നമ്മുടെ മധുസൂദനൻ രവീന്ദ്രനോട് പറയാണ്, അതെ, ഒരു ആംബുലൻസ് വിളിക്കട്ടെ. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, നിങ്ങക്ക് വയ്യ, എന്ത് പറ്റി? അല്ല, തന്റെ ഭാര്യയുടെ കൈയും കാലും ഒക്കെ ഉളുക്കി കാണൂലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ, അതിന് വേണമെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കാന്ന്. ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മ മനസ്സിൽ വിചാരിക്കുക, ആംബുലൻസ് വിളിക്കേണ്ടി വരും നിന്നെ കൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞു വീണ്ടും ഇങ്ങനെ മറ്റേ മർമ്മത്തിനകത്ത് കുത്താനുള്ള കൈയൊക്കെ ഇങ്ങനെ പിരിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് മധുസൂദൻ മിക്കവാറും ആംബുലൻസ് വിളിക്കേണ്ടി വരും, അത് ഉറപ്പായ കാര്യം. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്ക്മേറ്റ് നമ്മുടെ സുധീരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാ, ബ്രോ, അത് പിന്നെ ഞാനിവിടെ ഒരു മിമിക്രി കാണിച്ചാലോ? മിമിക്രി തനിക്കറിയാമോ? എനിക്ക് മിമിക്രിയൊക്കെ അറിയാം, പണ്ടൊക്കെ അമ്പലപ്പറമ്പിൽ ഞാനായിരുന്നു താരം. ഞാൻ മിമിക്രി കാണിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ആ ഒരു കോമഡി നമുക്ക് എല്ലാവർക്കും കാണാമല്ലേ സുധി? ഒരു കാര്യം ചെയ്യാം സുധി, നമുക്ക് ഇവനെ പറഞ്ഞു വിടാം, നേരെ പോയി ശ്രീകാന്തിനോട് പറ, ഇന്നൊരു മിമിക്രിയും കൂടെ കാണാം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് നേരെ പാർക്ക്മേറ്റ് ചെന്നിട്ട് പറയാണ്, അതെ, ബ്രോയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു മിമിക്രി കാണിക്കട്ടെ. ചേട്ടന് മിമിക്രിയൊക്കെ അറിയാമോ? ഞാൻ നാട്ടിലൊരു താരമല്ലായിരുന്നു, എനിക്ക് നന്നായിട്ട് മിമിക്രി അറിയാന്നേ. ബ്രോ പെർമിഷൻ തന്നായിരുന്നെങ്കിൽ ഞാൻ മിമിക്രി കാണിച്ചേനെ. എപ്പോ തന്നു എന്ന് ചോദിച്ചത്. പോയി ചെന്ന് മിമിക്രി കാണിക്കേ, കൈയടിക്കാൻ ഞാൻ ഇവിടെ കാണും. എന്നാ ഞാൻ പോയി കാണിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ പാർക്ക്മേറ്റ് പോയി മിമിക്രി കാണിക്കാൻ വേണ്ടി ചെല്ല. ശ്രീകാന്തിന് നേരെ ശ്വാസം വീണു, അത്രയും സമയം ഇനി പോയി കിട്ടൂലോ. ഏതായാലും ഇതേ സമയത്ത് നമ്മുടെ വർഷേനെ കാണിക്കുന്നുണ്ട്. വർഷ ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും വർഷേനെ തപ്പി തടഞ്ഞ് ഏതായാലും നമ്മുടെ സച്ചി രേവതിയും വർഷയുടെ അടുത്ത് എത്തുകയാണ്. അങ്ങനെ വർഷേനെ ഒടുവിൽ കണ്ടുപിടിച്ചു. ഏതായാലും ഈ സമയത്ത് വർഷ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഇവിടെ? നീ എന്താടി കാണിച്ചത്? നീ എന്ത് പണിയാ കാണിച്ചത്? നിന്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അല്ലേ അവിടെ നടക്കാൻ പോകുന്നത് എന്ന് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, പതുക്കെ സച്ചേട്ടാ, മോളെ നീ എന്ത് പരിപാടിയാടി കാണിച്ചത്? വന്നേ, നീ ഇങ്ങോട്ട് വന്നേ, നമുക്കേ ഒരു കാര്യം ചെയ്യാം, പോകാം, ഫംഗ്ഷൻ നടക്കുന്നിടത്ത്. ഇല്ല, ഞാൻ വരില്ല രേവതി ചേച്ചി. അവൻ ഭയങ്കര ടെൻഷനില്ല ശ്രീകാന്ത്, നീ എന്തിനിങ്ങനെ അവനോട് ചെയ്തത്? പാവം, ഭയങ്കര പാവം, അവന്റെ കാര്യം എന്നോട് പറഞ്ഞു പോകരുത്. അവനെ കുറിച്ച് ഇപ്പോഴേ എനിക്കെല്ലാം മനസ്സിലായത്. അവനെന്നെ ചീറ്റ് ചെയ്യായിരുന്നു ഇത്രയും നാളും. അവനെ ഞാൻ വിവാഹം കഴിച്ചതേ സ്നേഹമുള്ളത് കൊണ്ടല്ലേ. ഇന്നത്തെ ദിവസം നല്ലൊരു കാഴ്ചയാ അവനെനിക്ക് സമ്മാനിച്ചത്. വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനിൽ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് അവന്റെ കൈ പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് രേവതി സച്ചു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നമ്മുടെ വർഷ പറഞ്ഞു, ചേച്ചി എനിക്ക് ഭയങ്കര വിഷമമായി. അവൻ എന്താ കാണിച്ചതെന്ന് അറിയാമോ? ഞാൻ റെസ്റ്റോറന്റ് ശ്രീകാന്തിനെ കാണാൻ വേണ്ടി പോയതാ. അപ്പൊ അവൻ പൊട്ടിത്തെറിച്ച പെണ്ണില്ലേ പ്രിയ, അവളെയും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒരു ഒറ്റ ചിരിച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എന്താടി വർഷേ,
നീ ഇങ്ങനെ എന്തിനാ രേവതി ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നത്? നീ ഒരു പൊട്ടിയല്ലേ? നിനക്ക് ശ്രീകാന്തിന് തീരെ വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തോടു കൂടി അതൊക്കെ പോയി. ആ കാഴ്ച എന്റെ മനസ്സിൽ നിന്ന് തന്നെ പോകുന്നില്ല. അതൊരിക്കലും മായാനും പോകുന്നില്ല, മങ്ങാനും പോകുന്നില്ല. എന്നെ ചതിച്ചു. അപ്പം സച്ചി പറഞ്ഞു, നീ അവനെ തെറ്റിദ്ധരിച്ചേക്കാ മോളെ. ഓഹോ, ഇപ്പൊ എനിക്കായല്ലേ കുറ്റം? സച്ചേട്ടന്റെ അനിയനാണല്ലോ, അപ്പം സച്ചേട്ടൻ അവനെയല്ലേ കൂടുതൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേവതി ചേച്ചിക്ക് ഈ അവസ്ഥ ഉണ്ടായെന്ന് വിചാരിച്ചൊന്ന് ഓർത്ത് നോക്കിയേ, ദേഷ്യം ഉണ്ടാവില്ലേ? അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ദേ, നീ നിന്റെ ഭർത്താവുമായിട്ട് തെറ്റിയിരിക്കുക. ഇനി ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയാണോ? ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന എനിക്ക് ഇഷ്ടാവുന്നില്ലേ? അപ്പൊ രേവതി ചോദിച്ചു, സച്ചേട്ടൻ മിണ്ടാതിരിക്കുക, അവളുടെ സങ്കടം കൊണ്ട് പറയുന്നതല്ലേ. ദേ പക്ഷേ, നീ ശ്രീകാന്ത് പ്രിയ എടുത്തോണ്ട് നിൽക്കുന്നത് കണ്ടോ? എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് നീ ചോദിച്ചോ? ആ, എന്തിനു ചോദിക്കണം? അതൊക്കെ ഊഹിക്കാന്നല്ലേ ഉള്ളൂ. ദേ, അടുപ്പില്ലാത്തൊരു പെണ്ണിനെ എങ്ങനെ എടുത്തോണ്ട് നിൽക്കും ഒരാണ്? ഞാൻ ആ സമയത്ത് വരുമെന്ന് അവന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഓ, കൊള്ളാം 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 കൊള്ളാം, നല്ല ഊഹം. രേവതി പറഞ്ഞു, എന്റെ പൊന്നു വർഷേ, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടെ നടന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം A to Z വരെ നമ്മുടെ വർഷയ്ക്ക് രേവതി പറഞ്ഞു കൊടുക്കാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, അവക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ശ്രീകാന്ത് എടുത്തത്. നീ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോയതിനു ശേഷമേ ശ്രീകാന്ത് അവളെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവൾക്ക് ചെയ്യേണ്ട ചികിത്സയൊക്കെ ചെയ്തു കൊടുത്തു. നീ അവനെ തെറ്റിദ്ധരിച്ചതാ മോളെ. അല്ലെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് അങ്ങനെ ഒരുത്തനാണോ വർഷേ? നീ ഒന്ന് ചിന്തിച്ചു നോക്കാന്. ഇത് കേട്ടത് നമ്മുടെ വർഷയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.